പ്രൈസ് ദ ലോർഡ്. ഹെഡ്മേൽ നടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പാണ്. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ടുകൊണ്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൂപ്പ്. ഇതിൽ നമ്മൾ മറ്റ് സൂപ്പുകളിലെ പോലെ മണം കിട്ടാനോ ടേസ്റ്റ് കിട്ടാനോ മറ്റ് ഫ്ലേവറുകളോ ഒന്നും ചേർക്കുന്നില്ല. പിന്നെ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ആഹാരം കൺട്രോൾ ചെയ്യുകയോ ഡയറ്റിംഗ് ചെയ്യുകയോ എക്സർസൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി ഭക്ഷണമായി ഈ സൂപ്പ് കുടിക്കാം. വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, പണ്ട് ഞാനൊരു ന്യൂട്രീഷന്റെ അണ്ടറിലും അതുപോലെ ജിമ്മിലും ഒക്കെ പോയി വെയിറ്റ് ലോസിന് വേണ്ടി പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അവരെനിക്ക് അന്ന് പറഞ്ഞു തന്ന ഒരു സൂപ്പായത്. ഇപ്പൊ രാത്രി ഭക്ഷണമായിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കല്ലേ, ചേച്ചി ആഹാരത്തിന് മുമ്പാണോ ഈ സൂപ്പ്, ആഹാരം കഴിഞ്ഞിട്ടാണോ ഈ സൂപ്പ് എന്ന്? കാരണം നമ്മുടെ രാത്രിയിലത്തെ ആഹാരം ഈ സൂപ്പായിരിക്കണം. അപ്പൊ ഇത് കുടിച്ചാൽ വയറ് നിറയുമോ എന്ന് സംശയിക്കേണ്ട, നല്ല ഫില്ലിങ്ങാ. അതുപോലെ തന്നെ ഇപ്പം വണ്ണം ഇല്ലാത്തവർ അയ്യോ ഈ സൂപ്പ് ഒന്ന് കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വെയിറ്റ് ഉള്ളതൂടെ കുറയുമോ, അങ്ങനെയല്ല. വണ്ണം ഇല്ലാത്തവര് നിങ്ങൾ സാധാരണ ഫുഡ് കഴിക്കില്ലേ, ആ കഴിച്ചു കഴിഞ്ഞിട്ടോ നിങ്ങൾ കഴിക്കുന്നതിൽ ഒരു കൺട്രോളും വരുത്തുന്നില്ലല്ലോ, അതിന്റെ കൂട്ടത്തിലല്ലേ ഈ സൂപ്പ് കുടിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. ഫുഡ് കൺട്രോൾ ചെയ്ത് വണ്ണം കുറയാനായിട്ട് എക്സർസൈസ് ഒക്കെ ചെയ്ത് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്കാണ് ഞാനിത് രാത്രി ഭക്ഷണമായി ഈ സൂപ്പ് മാത്രം കുടിക്കാൻ പറഞ്ഞത്. വണ്ണം ഇല്ലാത്തവർ ഇത് കുടിക്കുകയും നിങ്ങൾ നോർമലായിട്ട് കഴിക്കുന്ന ഫുഡ് കഴിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വണ്ണത്തിന് യാതൊരു മാറ്റവും വരില്ല. അപ്പൊ ഞാനിപ്പോ ഡയറ്റിംഗ് ഒന്നും അല്ലെങ്കിലും ഇപ്പോഴും ഇടയ്ക്കൊക്കെ തോന്നുമ്പോ ഈ സൂപ്പ് ഉണ്ടാക്കി കുടിക്കാറുണ്ടേ. അപ്പൊ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ക്യാബേജ്. ഇത് കണ്ടിട്ട് അയ്യോ ഒത്തിരി ഉണ്ടല്ലോ എന്ന് ചിന്തിക്കണ്ട, കാരണം ഇത് വെള്ളത്തിലിട്ട് അങ്ങനെ അടർന്നടർന്നു പോയതാണേ. അപ്പൊ ഓരോ ഇതളായിട്ടിരിക്കുക ഇത്. ഇനി തൈറോയിഡ് ഉള്ളവരാണെങ്കിൽ ക്യാബേജ് എടുക്കണ്ട, അത് അവോയ്ഡ് ചെയ്തേരെ. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റിന്റെ പകുതി, ഒരു തക്കാളിക്ക, ഒരു സവാള, ഒരു ക്യാപ്സിക്കം. പിന്നെ എടുത്തിരിക്കുന്നത് ദ്യുതി. ദ്യുതിക്ക് പീച്ചിങ്ങന്നല്ലേ പറയുന്നേ, അതോ ചൊരക്കിയോ? എനിക്ക് ക്ലിയർ അറിയില്ലേ. എനിക്ക് തോന്നുന്നു പീച്ചിങ്ങന്നാന്ന്. ഇവിടെ ദ്യുതി ലൗക്കി എന്നൊക്കെ പറയുമേ. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞു. ഇനി നിങ്ങളുടെ ഈ ദ്യുതി ഇല്ല എന്നുണ്ടെങ്കിൽ, കുമ്പളങ്ങ ഉണ്ടെങ്കിൽ അതിന് പകരം കുമ്പളങ്ങ എടുക്കാം. പിന്നെ ഇത് എടുക്കുമ്പോൾ ഈ ദ്യുതി എന്ന് പറയുന്ന പിഞ്ച് ദ്യുതിയായിരുന്നു, അതുകൊണ്ട് അരിയൊന്നും അകത്തില്ല. ഇനി അരിയൊക്കെ ഉള്ളതാണ് അതിന്റെ അകത്തെ അത് കളഞ്ഞിട്ട് പിന്നെ ഒരു പൊങ്ങ് പോലെ കാണുമല്ലോ, അതൊക്കെ കളഞ്ഞിട്ട് വേണേ എടുക്കാൻ. ഞാനിതിപ്പോ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്, അത് പെട്ടെന്ന് എളുപ്പത്തിൽ വെന്ത് കിട്ടും. നിങ്ങൾക്ക് കഷണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ വേവിക്കാം. പക്ഷെ ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടുന്ന ഒരു പരുവമാണ്. അത് കുറച്ചുകൂടെ കുടിക്കാൻ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്റെ ഇഷ്ടമായിരിക്കണം, നിങ്ങളുടെ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചതച്ച് അരിഞ്ഞതാണേ ഇത്. പിന്നെ ഒരു അര വെളുത്തുള്ളി ചതച്ച് അതും അരിഞ്ഞത്. ഇനി ചെയ്യേണ്ടത് ഒരു കുക്കറില് ലേശം എണ്ണ ഒഴിച്ച്, അത് ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, അതില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് എണ്ണ വേണേലും എടുക്കാം. വെർജിൻ കോക്കനട്ട് ഓയിൽ, അതായത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണേ. ലേശം, ഒത്തിരി വേണ്ട, ലേശം ഒരു ടീസ്പൂണോ അര ടീസ്പൂണോ എണ്ണ ഒഴിച്ച ശേഷം ഈ വെജിറ്റബിൾസും ഇതെല്ലാം കൂടി ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റണം. 2-3 മിനിറ്റ് അത്രയും മതി. ഒന്ന് വഴറ്റി വെച്ച് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം, കൂടുതൽ വേണ്ട, ഇതൊന്ന് വേവാനുള്ള വെള്ളം മതി. ഇത് പെട്ടെന്ന് വേവുന്നത്, ഇതിനകത്ത് കട്ടിയായിട്ടുള്ള ഒന്നുമില്ല. അര ഗ്ലാസ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലപോലെ വേവിച്ചെടുക്കാം. എന്റെ കുക്കറിൽ ഒറ്റ വിസിൽ വരുമ്പോഴേ ഞാനത് ഓഫ് ചെയ്തിടും. പിന്നെ സ്റ്റീം മൊത്തം പോയിട്ടേ തുറക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങളുടെ കുക്കറിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പൊ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ. ഇപ്പോ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിത് വേവിച്ചപ്പോ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തേ. പിന്നെ വീഡിയോ ലോങ് ആക്കണ്ടെന്ന് കരുതിയാ ഞാൻ ഈ കുക്കറിൽ വേവിക്കുന്നതൊന്നും കാണിക്കാത്ത, പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അത്. അപ്പൊ ഇനിയത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കഷ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്പൂണും കൊണ്ട് ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി കുറച്ച്. അതെല്ലാം നന്നായിട്ട് ലിക്വിഡായിട്ട് വേണമെന്നുള്ളവർക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ച് എങ്ങനെ വേണമെങ്കിലും അടിച്ചെടുക്കാം. നന്നായിട്ട് ഇതേ കണ്ടോ, ഒട്ടും കഷ്ണങ്ങളില്ല, നല്ല ലിക്വിഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് എത്ര ലിക്വിഡ് വേണം, ഈ പരുവം വേണമെന്നുണ്ടെങ്കിൽ ഈ പരുവം മതി. അതല്ല കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ലേശം വെള്ളം ചേർക്കുന്നുണ്ട്, ഒരു അര ഗ്ലാസ്. ഞാനിപ്പോ ഗ്യാസ് ഓൺ ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, നിങ്ങളുടെ എരി അനുസരിച്ച് ചേർക്കാം. ഇനി ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം, അതായത് കൊച്ചു ജീരകം.
ഇനിയിപ്പോ ലേശം, അതായത് ഒരു പിഞ്ച് കായപ്പൊടി, അതായത് അസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് കായപ്പൊടി ചേർത്തത്. നിങ്ങളിപ്പോ വിചാരിക്കും ഇതെന്തോ സൂപ്പാണെന്ന്. ഇത് ശരിക്കും നാടൻ സൂപ്പാ. അതായത് സാധാരണ സൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില്ലി സോസോ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ സോയാ സോസോ ഒക്കെ ചേരും. ഇതിനകത്തൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പ് തന്നെ ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. സ്പ്രിംഗ് ഒണിയൻ വേണമെങ്കിൽ അതും ചേർക്കാമേ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ സാധനം എന്ത് കുറച്ചാ എടുത്ത്, എന്നിട്ടും കണ്ടോ ഇത് ഇത്തിരി കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു നേരത്തേക്ക് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെയും പകുതി എടുത്താൽ മതി. കാരണം ഇത് ഒരു നേരം നമ്മൾ കുടിക്കില്ല, ഇതിന്റെ പകുതി പോലും കുടിക്കാൻ പറ്റില്ല. ഉപ്പ് നമ്മൾ ഇട്ടാ വേവിച്ച്, എന്നിട്ട് കുറവാണെങ്കിൽ ലേശം കൂടെ ചേർത്ത് കൊടുക്കണം. പച്ചമുളക്, മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല, അതിന് പകരം കുരുമുളക് ചേർക്കുന്നേ. അപ്പൊ അതിനനുസരിച്ച് കുരുമുളകിന്റെ എരി കൂട്ടിക്കോണേ. ഒത്തിരി കട്ടിക്കെടുക്കാതെ ഇച്ചിരി ലൂസിനായിട്ട് ഉണ്ടാക്കുന്നതാണേ നല്ലത്. കാരണം ഇത് തണുക്കുമ്പോൾ ഇച്ചിരി കൂടെ കട്ടിയാവും. നമ്മുടെ സൂപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഓഫ് ചെയ്യാം. വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ വെജിറ്റബിൾ സൂപ്പുകൾ പലതുള്ളതിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സൂപ്പായത്. ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം, അഭിപ്രായം അറിയിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു ഡിഷുമായി ഞാൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.